ഹലോ. ഇന്ന് നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം കേട്ടോ. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്, ഒരു കവിതയാണ്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. നമ്മുടെ കവിതൻ്റെ പേര് യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ധർത്തി, കിസാന്, ഈ വാക്കൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ധർത്തി? ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി, കിസാൻ കർഷകൻ. ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. അതാണ് നമ്മുടെ ഹെഡിങ്. ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് കേദാർനാഥ് അഗ്രവാൾ. ആ പേര് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു വെക്കണം. കേദാർനാഥ് അഗ്രവാൾ. നമുക്ക് ആശയം എഴുതാനും ആസ്വാദന ടിപ്പണി എഴുതാനൊക്കെ കവിത എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ കവിൻ്റെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. കേദാർനാഥ് അഗ്രവാൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു കവിതയിൽ പറയുന്നത് നോക്കാം. यह धरती है उस किसान की जो बैलों के कंधों पर बरसात घाम में जुआ भाग्य का रग देता है. गूंज चाटती हुई वायु में पानी कुसी गेत के भीतर दूर कलेजे तक ले जाकर जोत डालता है मिट्टी को. ഇവിടെ ഒരു കാളൻ്റെ പിക്ചറൊക്കെ കാണുന്നുണ്ടല്ലേ? ഒരു കർഷകന് കാളനെങ്ങനെ മണ്ണിനെ ഉഴുതുമറിക്കാൻ കൊണ്ടുപോകുന്ന പിക്ചറൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം നമ്മുടെ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഇത് നമ്മുടെ ഹെഡിങ് തന്നെയാണ് അല്ലേ? നമ്മുടെ കവിതൻ്റെ ഫസ്റ്റ് ലൈനും നമ്മുടെ ഹെഡിങ്ങും ഒക്കെ സെയിം ആണ്. ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ജോ ബൈലോം കെ. ബൈലോം എന്ന് പറഞ്ഞാൽ കാള. കന്തോം പർ. കന്തോം എന്ന് പറഞ്ഞാൽ തോളിൽ. ഇവിടെ കണ്ടോ കാളൻ്റെ തോളിൽ? അപ്പോൾ കാളകളുടെ തോളിൽ ബർസാത്ത് ഘാമേ. ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴ, ഘാം എന്ന് പറഞ്ഞാൽ ചൂട്. മഴയിലും ചൂടത്തും. ജുആ ഭാഗ്യക രഗ് ദേത്താ ഹേ. ജുആ, ജുആ എന്ന് പറഞ്ഞാൽ ഈ ഒരു നുകം, ഈ കാളൻ്റെ തോളിൽ വെച്ച സാധനം ഉണ്ടല്ലോ, അതിനാണ് നുകം എന്ന് പറയട്ടോ. ഭാഗ്യക, ഭാഗ്യത്തിൻ്റെ നുകം. രഗ് ദേത്താ ഹേ, വയ്ക്കുന്നു. ഗൂൻ ചാട്ടത്തി ഹുയി, രക്തം വറ്റിക്കുന്ന രീതിയിലുള്ള വായുമേം, കാറ്റിൽ. പൈനി കുസി, മൂർച്ചയുള്ള, കലപ്പൻ്റെ മൂർച്ചയുള്ള ഭാഗം. ഖേത്ത് കെ ഭീതർ, വയലിൻ്റെ അകത്ത്. ദൂർ ഖലേജെ തക്, ദൂരെ ആഴത്തിൽ വരെ. ലേ ജാക്കർ, കൊണ്ടുപോയിട്ട്. ജോത് ഡാൽത്താ ഹേ, ഉഴുതുമറിക്കുന്നു. മിട്ടിക്കോ, മണ്ണിനെ. അപ്പോൾ ഒരു കർഷകൻ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. എന്താണ്? മഴയത്തും വെയിലത്തും കാറ്റിലും ഒക്കെ എന്തെയാണ് കാളൻ്റെ തോളിൽ ഈ നുകം വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം വയലിൻ്റെ ഉള്ളിൽ ദൂരെ ആഴത്തിൽ കൊണ്ടുപോയിട്ട് മണ്ണിനെ ഉഴുതുമറിക്കുന്നു. മക്കൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കാളൻ്റെ തോളിലൊക്കെ വെച്ചിട്ട് നുകൊക്കെ വെച്ചിട്ട് ഉഴുതുമറിക്കുന്നത്? അപ്പോൾ ഒരു കർഷകന് മഴയത്തും, മഴയാവട്ടെ വെയിലാവട്ടെ അല്ലെ കാറ്റാവട്ടെ, ഏത് സാഹചര്യം ആയാലും അവരെന്ത് ചെയ്യും? അവരുടെ ആ സാധനമൊക്കെ എടുത്തിട്ട് നുകൊക്കെ വെച്ചിട്ട് മണ്ണിനെ ഉഴുതുമറിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് കേട്ടോ. ഏത് കാലാവസ്ഥയിലും അവർ ആ ഒരു പണിയെടുക്കും. എത്ര സാഹചര്യങ്ങളായാലും അവർ ഇതേപോലെ കളൻ്റെ തോളിൽ വെച്ചിട്ട് മണ്ണിനെ ഉഴുതുമറിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. पाम्स डालकर और बीज फिर बो देता है. नए वर्ष में नई फसल के ढेर अन्न का लग जाता है. यह धरती है उस किसान की, नहीं राव की, नहीं रंग की, नहीं किसी की, धरती है केवल किसान की. എന്താണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്? അപ്പോൾ കാളൻ്റെ തോളിൽ നുകൊക്കെ വെച്ചിട്ട് മണ്ണിനെ ഉഴുതുമറിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ഇനി എന്താ ഉഴുതുമറിച്ചിട്ട് ചെയ്യുക? പാംസ് ഡാൽക്കർ, വളം ഇട്ട്. പാംസ് എന്ന് പറഞ്ഞാൽ വളം. പാംസ് ഡാൽക്കർ, വളം ഇട്ടിട്ട്. ഔർ ബീജ് ഫിർ ബോ ദേത്താ ഹേ, പിന്നീട് എന്ത് ചെയ്യും? ബീജ്, വിത്ത്. ബോ ദേത്താ ഹേ, വിത്ത് വിതയ്ക്കുന്നു. മണ്ണിനെ ഉഴുതുമറിച്ചു, വളമിട്ടിട്ട് പിന്നെ വിത്ത് വിതയ്ക്കുന്നു. നയേ വർഷമേ, പുതിയ വർഷത്തിൽ. നയി ഫസൽക്ക്, പുതിയ വിളവിൻ്റെ. ഢേർ അന്ന കാ ലഗ് ജാത്താ ഹേ, അന്നത്തിൻ്റെ. ഢേർ, കൂമ്പാരമുണ്ടാക്കും.
വളമൊക്കെ ഇട്ട് വിത്തൊക്കെ വിതച്ച് എന്നിട്ട് ഒരു പുതിയ വർഷത്തിൽ പുതിയ വിളവിൻ്റെ അന്നത്തിൻ്റെ എന്ത് ചെയ്യും കൂമ്പാരം ഉണ്ടാക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർഷകൻ്റെതാണെന്ത്, ഈ ഭൂമി. മണ്ണിനെ കൊഴുത് മറിച്ച് വളമിട്ട് വിത്ത് വിതച്ച് അന്നത്തിൻ്റെ കൂമ്പാരം അല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അന്നം കിട്ടും അല്ലേ, അതിൻ്റെ ധാന്യം കിട്ടും. അതിൻ്റെയൊക്കെ കൂമ്പാരം ഉണ്ടാക്കുന്ന ഒരു കർഷകൻ്റെതാണ് ഈ ഭൂമി. നെഹീം രാവുക്കി, രാജാവിൻ്റെതല്ല. നെഹീം രംഗിക്ക്, പാവപ്പെട്ടവൻ്റെതല്ല. നെഹീം കിസിക്ക്, നെഹീം കിസിക്ക്, ആരുടേതുമല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി, ഭൂമി കർഷകൻ്റെത് മാത്രമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർഷകൻ്റെത് മാത്രമാണ് ഈ ഭൂമി എന്നാണ് നമ്മുടെ കവി കേദാർനാഥ് അഗ്രവാൾ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി ജോ മിട്ടി കാ പൂർണ്ണ പാർഗി, जो मिट्टी के संग साथ ही तपकर गलकर मरकर गपा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना. എന്താണ് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്? യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ജോ മിട്ടി കാ പൂർണ്ണ പാർഗി, പാർഗി എന്ന് പറഞ്ഞാൽ പരീക്ഷകൻ, മണ്ണിൻ്റെ പൂർണ്ണ പരീക്ഷകനാണ്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, മണ്ണിൻ്റെ പൂർണ്ണ പരീക്ഷകനാണ് അല്ലേ, മണ്ണിൽ പരീക്ഷണം നടത്തുന്ന ആളാണ് നമ്മുടെ കർഷകന്. ജോ മിട്ടി കെ സംഗ് സാത്ഹി, മണ്ണിനോടൊപ്പം, സംഗ് സാത്ഹി എന്ന് പറഞ്ഞാൽ മണ്ണിനോടൊപ്പം തന്നെ, തപ്പുക്കർ ചൂടുകൊണ്ട്, ഗൽക്കർ ഉരുകിയിട്ട്, മർക്കർ മരിച്ചിട്ട്, കപാ രഹാഹെ ജീവൻ അപ്ന, തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. കപാ രഹാഹെ എന്ന് പറഞ്ഞാൽ കഴിച്ചു കൂട്ടുകയാണ്, ജീവൻ അപ്ന തൻ്റെ ജീവിതം. അപ്പം എന്താണ്, മണ്ണിനോടൊപ്പം നല്ല ഉരുകി ചത്ത് പണിയെടുക്കാന്ന് കർഷകരില്ലേ, ചത്ത് പണിയെടുക്കാന്ന് പറയും അല്ലേ, അതാണ് മരിച്ചിട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഉരുകി ചൂട് കൊണ്ട് ഉരുകിയിട്ട് ഒലിച്ചിട്ട് ചത്ത് പണിയെടുക്കൂല്ലേ നമ്മുടെ കർഷകർ. ദേഖ് രഹാഹെ മിട്ടിമേം സോനേക്ക സപ്ന, എന്നിട്ട് എന്ത് ചെയ്യാണ്, ദേഖ് രഹാഹെ കാണുകയാണ്, മിട്ടിമേം മണ്ണിൽ, സോനേക്ക സ്വപ്ന സ്വർണം വിളയുന്നത് സ്വപ്നം കാണുകയാണ്. സ്വർണം വിളയുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല വളം ഉണ്ടാകുന്നത് അല്ലേ, കുറേ അന്നം എല്ലാം കുഴിച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറേ വിളവുണ്ടാകുന്നത് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നമ്മുടെ കർഷകർ. നെക്സ്റ്റ് എന്താണ് ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? मिट्टी की महिमा गाता है, मिट्टी के ही अंतस्थल में अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, गूद जीता है, यह धरती है उस किसान की. मिट्टी की മണ്ണിൻ്റെ മഹിമ ഗാത്ത ഹെ, മഹത്വം പാടുന്നു, മണ്ണിൻ്റെ മഹത്വം പാടുന്നു. മിട്ടി കേഹി മണ്ണിൻ്റെ, അന്തസ്ഥൽമേം അകത്ത് മണ്ണിൻ്റെ ഉള്ളിൽ, അപ്പിനെ തെൻകി തൻ്റെ ശരീരത്തിൻ്റെ, ഖാദ് മിലാക്കർ വളം ചേർത്തിട്ട്, അതായത് മണ്ണിൻ്റെ ഉള്ളിൽ തൻ്റെ വിയർപ്പ് അല്ലേ, ശരീരത്തിൻ്റെ വളം എന്ന് ഉദ്ദേശിക്കുന്ന നല്ല വിയർപ്പ് അത്രയും പണിയെടുത്തിട്ട്, മിട്ടിക്കോ ജീവിത രഗ്താഹേ മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നു. ഗുദ് ജീതാഹേ എന്നിട്ട് സ്വയം ജയിക്കുകയാണ് അല്ലേ, മണ്ണിൻ്റെ ഉള്ളിൽ വളമൊക്കെ ചേർത്തിട്ട് മണ്ണിന് ജീവൻ നിലനിർത്തുന്നു എന്നിട്ട് സ്വയം ജയിക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കർഷകൻ്റെതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കേദാർനാഥ് അഗ്രവാൾ എഴുതിയിട്ടുള്ള ഈ ഒരു കവിതയിൽ ഇത്രയൊക്കെയാണ് പറയുന്നത് കേട്ടോ. കാളയുടെ തുളത്ത് കലപ്പ വെച്ചിട്ട് മഴയാലും ചൂടത്തായാലും ഈ നുകൊക്കെ വെച്ചിട്ട് കലപ്പയുടെ മൂർച്ചയുള്ള ഭാഗം വയലിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് മണ്ണിനെ ഉഴുതുമറിക്കും. എന്നിട്ട് അതിന് ശേഷം വളം ഇട്ടിട്ട് വിത്ത് വിതയ്ക്കും. എന്നിട്ട് പുതിയ വർഷം പുതിയ വിളവിൻ്റെ കൂമ്പാരം ഉണ്ടാക്കും അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭൂമി, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർഷകൻ്റെതാണ് ഈ ഭൂമി എന്നാണ് നമ്മുടെ കേദാർനാഥ് അഗ്രവാൾ നമ്മളോട് ഈ ഒരു കവിതയിലൂടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം അല്ലേ, കർഷകർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. കർഷകർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കവിതയിലെ കുറച്ച് വേർഡ് മീനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ധർത്തി ഭൂമി, എർത്ത്. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ, ഫാർമർ. ഖന്ത് എന്ന് പറഞ്ഞാൽ ഷോൾഡർ, ആ തോള്. ബർസാത്ത് റെയിന്. ഘാം സൺലൈറ്റ്. ജുആ എന്ന് പറഞ്ഞാൽ യോക്ക്, ആ നുഖമില്ലേ കാളൻ്റെ തോളിൽ വെക്കുന്ന
ഗൂന് ബ്ലഡ്, പൈനി ഷാർപ്പ് മൂർച്ചയുള്ള, പാംസ് വളം മാനുവർ, അന്ന് ഗ്രെയിൻസ് ധാന്യം, രാവ് എന്ന് പറഞ്ഞാൽ കിങ് രാജാവ്, രംഗ് എന്ന് പറഞ്ഞാൽ പുവർമാൻ പാവപ്പെട്ടവന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിതയിലുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കവിതൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ബൈ.